വാർത്തയുടെയും വിനോദത്തിന്റെയും പൂക്കളമൊരുക്കി കേരള വിഷൻ ന്യൂസ് ഓണം ആഘോഷിച്ചു. എറണാകുളം CA ഭവനിൽ ആഘോഷങ്ങളിൽ കേരള വിഷൻ ന്യൂസ് സാരഥികളും ജീവനക്കാരും പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് കേരള വിഷൻ ന്യൂസ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. തമസ്കരണത്തിന്റെ പാതാളങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന സത്യസന്ധവും നിഷ്പക്ഷവുമായ വാർത്തകളെ പുറത്തുകൊണ്ടുവന്ന് നിത്യവും വാർത്തകളുടെ തിരുവോണം ആഘോഷിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടതെന്ന് ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തവർ പറഞ്ഞു. കേരള വിഷൻ ചാനൽ ചെയർമാൻ PS സിബി ഓണസന്ദേശം നൽകി. നമ്മളൊക്കെ ആദ്യം അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ഓണം വന്നാൽ നല്ലൊരു നാൾ ഒരു ദിവസം ഒരു വർഷത്തിൽ ആഘോഷിക്കുന്ന ദിനമായി മാറുമായിരുന്നു. ഇന്നത്തെ ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ മനസ്സിൽ തോന്നില്ല. പഴയ കഥകൾ പറഞ്ഞു തന്നാൽ മാത്രമേ പഴയ ഓണത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ബാക്കി ഏതാണ്ട് ഒരു 50-ന് മുകളിലുള്ളവർ മുഴുവൻ ഇത് അനുഭവിച്ചവരാ. ആ പട്ടിണിയുടെ കാലം കഴിഞ്ഞ് നല്ല കാലത്തിൽ ഇപ്പോൾ നമുക്ക് എന്താ സുഖം, എന്നും ഓണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇപ്പം നമുക്ക് എന്നും ഓണമാണ്. ഒരു ഓണം എന്ന് പറയാൻ ആഘോഷിക്കാനുള്ള വ്യത്യസ്ത ദിവസങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നേ ഇല്ലാത്ത നാളുകളാണ് വന്നത്. അത് സത്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് നമുക്ക് അഭിമാനമായി തന്നെ തോന്നണം. ഓരോ ആഘോഷവും സകലരെയും ഒരുമിച്ച് നിർത്തുന്നതാവണമെന്ന് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു. ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല നിർവചനങ്ങൾ വ്യത്യസ്തമാണ്. മഹാബലി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല, അതൊരു സങ്കല്പം മാത്രമാണ്, ഒരു ചരിത്രത്തിൻ്റെ ഏടായി അത് മാറ്റപ്പെട്ടതാണ്. ഇനി കേരളം എന്ന് പറയുന്നത്, ഓണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതോ ഒരു സംസ്ഥാനത്തെ പ്രതികരിച്ചിട്ടാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പല നിർവചനങ്ങളിലും കൃത്യമായി എഴുതി ചേർക്കപ്പെട്ട ഒന്ന് സാഹോദര്യത്തിൻ്റെയും അല്ലെങ്കിൽ പരസ്പരമായ സ്നേഹത്തിൻ്റെയും ഒക്കെ പരസ്പരം വേർതിരിവുകളില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി, ചാനൽ ഡയറക്ടർമാരായ സുധീഷ് പട്ടണം, ഷുക്കൂർ കോളിക്കര, AG സുബ്രഹ്മണ്യൻ, COA സ്റ്റേറ്റ് സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ തുടങ്ങിയവരും ഓണസന്ദേശങ്ങൾ നൽകി. തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടന്ന 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നിശയെ മഹാവിജയമാക്കിയ കേരള വിഷൻ ന്യൂസിലെ വിവിധ ടീമുകളെ ഓണാഘോഷ പരിപാടികളിൽ ആദരിച്ചു. ടെലിവിഷൻ അവാർഡ് നിശയുടെ വിജയം കൂട്ടായ്മയുടെ വിജയമാണെന്ന് ഓർമ്മിപ്പിച്ച കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചു. തുടർന്ന് കേരള വിഷൻ ന്യൂസ് ജീവനക്കാർ ആടിയും പാടിയും വിപുലമായ കലാപരിപാടികളോടെ ഓണത്തെ വരവേറ്റു. ഓണപ്പാട്ടുകളും കലാപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഈളം ജന്നലേ മഞ്ഞു പൂക്കളേ കുളിരോളമേ നിറവാനേ മുമ്പിളിൽ പൂമണവുമായെത്തണേ കാറ്റ് മൂളണേ കരിവള വേണ്ടേന്ന് എന്തിനാവോ ഏതിനാവോ ഏനീതൊന്നും. കേരള വിഷൻ ന്യൂസിന്റെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ബ്യൂറോകളിലും വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.